കുറേ നാളായിട്ടോ വീഡിയോ എല്ലാം ഇട്ടിട്ട്. എന്നാൽ പിന്നെ നമുക്ക് ഒരു അടിപൊളി കലത്തപ്പം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അതും വെറും 15 മിനിറ്റിൽ തന്നെ നമുക്ക് ആരോട് കൂടിയിട്ടുള്ള കലത്തപ്പം ഒന്ന് ഉണ്ടാക്കിയാലോ. അതിനായി 1 കപ്പ് പച്ചരി കഴുകി വൃത്തിയാക്കി നന്നായി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരു മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പൊടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടിയും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് 3 ടേബിൾ സ്പൂൺ ചോറ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ 4 അച്ച് വെള്ളം ഞാൻ 1 ഗ്ലാസ് വെള്ളം ഉപയോഗിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാവെല്ലാം ഒന്ന് നന്നായി കുറുകി വരുമ്പോൾ ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മാവിലോട്ട് ചേർത്ത് നന്നായി തന്നെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ മുഴുവൻ പാനിയും നമുക്ക് ഇതിലോട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം. വെള്ളം ഉരുക്കിയ ചൂടോടുകൂടി തന്നെ വേണം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ നന്നായി ഇളക്കിയതിന് ശേഷം ഇതിൽ അവസാനമായിട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് വീണ്ടും നന്നായി തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മളുടെ കലത്തപ്പത്തിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു കുക്കറിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് 1 പിടി തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 10 ചെറിയുള്ളി ചെറുതായി വട്ടത്തിലരിഞ്ഞതും ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചു കൊടുക്കാം. ഞാനെടുത്ത കുക്കർ ചെറുതായി പോയി. ബാറ്റർ കൂടുതലുള്ളതുകൊണ്ട് ഞാനൊരു പാനിലേക്ക് ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളിയും തേങ്ങയും നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചു കൊടുക്കാവുന്നതാണ്. ഇതുണ്ടോ, നന്നായി തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് പാനിൻ്റെ എല്ലാ ഭാഗത്തിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് നിരത്തിയതിന് ശേഷം നമ്മളുടെ ബാറ്റർ ഇതിലോട്ട് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റോളം ഞാൻ മീഡിയം ഫ്ലെയിമിലും പിന്നെ ബാക്കി 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ 15 മിനിറ്റിന് ശേഷം നമ്മളുടെ കലത്തപ്പം സൂപ്പറായിട്ട് തന്നെ പൊങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. ഉള്ളെല്ലാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് കലത്തപ്പം റെഡിയായി കഴിഞ്ഞു. നല്ല ആരോടുകൂടി തന്നെ കലത്തപ്പം തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും എല്ലാവരും ഒരിക്കലെങ്കിലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.